നിബന്ധനകളില്ലാത്ത സ്നേഹം, അൺകണ്ടീഷണൽ ലവ്. അൺകണ്ടീഷണൽ ലവിന് വ്യത്യസ്തങ്ങളായ പല തലങ്ങളുണ്ട്. പല വ്യക്തികളോട് അല്ലെങ്കിൽ വസ്തുക്കളോടൊക്കെ നമുക്ക് അൺകണ്ടീഷണലായിട്ടുള്ള സ്നേഹം പുലർത്തിപ്പോരേണ്ടതുണ്ട്. എന്നാൽ അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ്, എസെൻഷ്യൽ എന്ന് പറയുന്നത് സെൽഫ് ലവ് ആണ്. നമ്മളോട് തന്നെ കാണിക്കുന്ന അൺകണ്ടീഷണലായിട്ടുള്ള സ്നേഹം. അതാണ് നമ്മുടെ ഈ ട്രാൻസ്ഫോർമേഷൻ്റെ വഴിയിൽ അൺകണ്ടീഷണൽ ലവിൻ്റെ സബ് ടൈറ്റിലായിട്ട് വരുന്ന ഭാഗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഓരോ ടൂളല്ല. ഞാനിപ്പോൾ ഫോർഗീവ്നെസ് പറഞ്ഞു, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ അൺകണ്ടീഷണൽ ലവ് പറയുന്നു, ഇത് പരസ്പരം കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതറാണ്. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇപ്പോൾ സെൽഫ് ലവ്, നമ്മളെ സ്നേഹിക്കണം. അതിന് ഒരു പരിധിയുമില്ല, ഒരു നിബന്ധനകളുമില്ല. ആ രീതിയിലായിരിക്കണം നമ്മൾ സ്നേഹിക്കേണ്ടത്. എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഭാഗം, നന്ദി, അത് നമ്മൾ സ്വയം നമ്മളോട് തന്നെ കാണിക്കാനുണ്ട്. നല്ല ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടാറുണ്ടല്ലേ, നമ്മൾ നേടിയെടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സ്വയം ഗ്രേറ്റ്ഫുൾ ആകണം. ഓക്കെ, നീ എൻ്റെ കൂടെ നിന്നു, നീ ഇതൊക്കെ നേടി എന്ന് പറഞ്ഞിട്ട് ഒരു സെൽഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഫീലും അത് പറയലും ഒക്കെ നമ്മൾ കൊടുക്കണം. ഫോർഗീവ്നെസ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അത് ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളത്, അത് ഏറ്റവും ആദ്യം നമ്മളോട് തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അത് ഈ സെൽഫ് ലവിൻ്റെ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ സെൽഫായിട്ട് ഫോർഗീവ് ചെയ്യുക. കുറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം, പല തെറ്റുകളും വന്നിട്ടുണ്ടാവാം, പല അബദ്ധങ്ങളും വീഴ്ചകളും. അപ്പോൾ അതൊക്കെ അന്നത്തെ ആ സമയത്ത് ശരിയാണെന്ന് ആ ഒരു ബോധ്യത്തിൽ ചെയ്തതായിരിക്കാം, അല്ലെ വേറെന്തെങ്കിലും ധാരണപ്പിശകിൻ്റെ പുറത്ത് ചെയ്തു പോയതായിരിക്കാം. അതൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഒരു ഫോർഗീവ്നെസ്സിലെ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളോട് തന്നെ ആദ്യം വരട്ടെ. ഈ നിബന്ധനകളില്ലാതെ സ്നേഹിക്കുന്നത് ആദ്യം നമ്മളെ ആവട്ടെ. അതിന് ഈ പറഞ്ഞ എല്ലാ ടൂളുകളും നമ്മളിൽ തന്നെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യണം. സ്വയം പുറത്തു കൊടുത്തിട്ട് വേണം നമുക്ക് മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കാൻ. സ്വയം നന്ദിയുള്ള ആളായിട്ട് വേണം നമുക്ക് മറ്റുള്ളവരോട് ഗ്രേറ്റ്ഫുൾ ആകാൻ. സ്വയം സ്നേഹിച്ചിട്ട് വേണം നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ആ ഒരു ബേസിക്. നമുക്ക് കുറ്റങ്ങൾ ഉണ്ടാവട്ടെ, അത് അറിഞ്ഞുകൊണ്ട്, അത് ഓക്കെ എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്ന് അറിയുന്നത് ഒരു സെൽഫ് ലവിൻ്റെ ഭാഗമാണ്. അത് തിരുത്താൻ നമ്മളെടുക്കുന്ന എഫേർട്ടുകൾ ഒരു സെൽഫ് ലവിൻ്റെ ഭാഗമാണ്. അല്ലാതെ നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രം എന്നെ ഇഷ്ടമാണ്, അല്ലാതെ എനിക്കിഷ്ടമല്ല, ഞാനൊരു വൃത്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ സെൽഫ് എസ്റ്റീം ഇല്ലാതെ ആ ഒരു രീതിയിലേക്ക് പോകുന്നത് ഈ ഒരു നമ്മുടെ ടൂള് വർക്ക് ചെയ്യുന്നതിന് ഏറ്റവും വലിയ തടസ്സമാണ്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ആദ്യം നമ്മളോട് തന്നെ ഇതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുക. ഏറ്റവും നന്നായി നമ്മളെ സ്നേഹിച്ച് പഠിക്കുക. നമ്മളൊരു പാത്രത്തിൽ നിന്ന് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ആ ഒരു പാത്രത്തിൽ ശരിയായ നിലക്ക് അത് ഉണ്ടാവണം അല്ലേ. അപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ആ ഒരു ലവ് നമ്മൾ നിറക്കുക. എന്നിട്ട് നമുക്ക് മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കാം.